ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാമയുടെ നിർദ്ദേശപ്രകാരം ചന്ദ്ര രേവതിയെ ഡാൻസ് പഠിപ്പിക്കാൻ പോകുവാണ്. അതായത് ആ പാട്ട് തന്നെ ഇട്ടിട്ട് രേവതി ചന്ദ്ര കളിക്കുന്നത് പോലെ തന്നെ നന്നായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് പഠിപ്പിക്കാമെന്നുള്ള തീരുമാനം എടുക്കും. അല്ലെങ്കിൽ രേവതിയും സച്ചിയും അപ്പോൾ തന്നെ അവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടാണ് ചന്ദ്ര ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ നേരത്തെ ഇട്ട പാട്ട് തന്നെ വീണ്ടും ഇടുവാണ്. ചന്ദ്രയും രേവതിയും കൂടി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. രേവതി അങ്ങനെയൊക്കെ ഡാൻസ് കളിക്കുമെന്ന് ചന്ദ്ര ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചന്ദ്ര കളിക്കുന്ന അതേ സ്റ്റെപ്സ് ഒക്കെ തന്നെ രേവതിയും കളിക്കുന്നുണ്ട്. രേവതിയുടെ ഡാൻസ് കണ്ട് ചന്ദ്ര ഇടയിൽ ഒന്ന് അന്തം വിട്ട് പോകുന്നുണ്ട്. പക്ഷെ ചന്ദ്ര വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. ചന്ദ്രയും നല്ലതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ അമ്മായിയമ്മയും മരുമകളും കൂടി നല്ലോണം ആ പാട്ടിന് ചുവട് വെച്ച് ഡാൻസ് കളിക്കുന്നത് കണ്ട് സച്ചി വീഡിയൊക്കെ പിടിക്കുന്നുണ്ട്. കാരണം ഇതൊരു അപൂർവ കാഴ്ചയല്ലേ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നത്. ഏതായാലും സച്ചിയും ഭാമയൊക്കെ നല്ല സന്തോഷത്തിലാണ് രേവതിയുടെയും ചന്ദ്രയുടെയും ഒന്നിച്ചുള്ള ഡാൻസ് കണ്ടിട്ട്. സംഗതി രേവതി നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. പക്ഷെ ചന്ദ്രക്ക് അത് സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ രണ്ടുപേരും ഓരോ സ്റ്റെപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്രയുടെ പെടൽ ഉളുക്കുവാണ്. ചന്ദ്ര അങ്ങനെ പെടലും തിരിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രേവതി നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറഞ്ഞ് സച്ചി അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചന്ദ്ര അപ്പോഴും ഇങ്ങനെ തന്നെ വേദന എടുത്ത് ഇങ്ങനെ നിൽക്കുവാണ് പെടൽ തിരിക്കാൻ പറ്റാനിട്ട്. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി ഈ അമ്മ എന്തീ കാണിക്കുന്നതെന്ന് പറഞ്ഞ് പാട്ടൊക്കെ ഓഫ് ചെയ്തിട്ട് ചന്ദ്രയുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ പെടൽ തിരിക്കാൻ പറ്റുന്നില്ല, കയ്യും തിരിക്കാൻ പറ്റുന്നില്ല, എന്ത് പറ്റിയെന്ന് അറിയില്ല എന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ഓ പെടൽ ഒളുക്കിയിട്ടുണ്ടാവും. അപ്പോൾ രേവതി പറയും, അയ്യോ പെടൽ ഇളക്കിയോ അമ്മയെന്നൊക്കെ പറഞ്ഞ് രേവതി വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരുന്നോ, നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞ് രേവതിയെ ചീത്ത പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അമ്മയുടെ പെടൽ ഉളുക്കിയതായിരുന്നു ഇത്. ഞാൻ വിചാരിച്ചു ഭരതനാട്യത്തിൽ ഏതോ സ്റ്റെപ്പ് ഇട്ട് അമ്മ നിൽക്കുവാണ്, ഇത്രയും നേരമായിട്ട് എന്താ കഴിയാത്തേന്ന്. ഇപ്പം അല്ലേ കാര്യം മനസ്സിലായത്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചി ഏട്ടാ തമാശ പറഞ്ഞ് നിൽക്കാനുള്ള സമയമല്ല, വേഗം നമുക്ക് അമ്മയെ ആശുപത്രി കൊണ്ടുപോകാമെന്ന് പറയുമ്പോഴേക്കും ഭാമ പറയും, ആശുപത്രിയിലൊന്നും പോകേണ്ട കാര്യമില്ല, നിങ്ങൾ അമ്മയും കുട്ടി എളുപ്പം വീട്ടിൽ പൊക്കോ, എനിക്കറിയാവുന്ന ഇങ്ങനെ ഉളുക്ക് മാറ്റാൻ പറ്റിയ ഒരു ഡോക്ടറെ എനിക്കറിയാം, ഞാൻ അവരെയും കൂട്ടി വീട്ടിലോട്ട് വന്നോളാം, നിങ്ങൾ എളുപ്പം പൊക്കോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ രേവതിയുടെ കൂടെയൊക്കെ പറഞ്ഞു വിടാൻ വേണ്ടി നിൽക്കുവാണ് ഭാമ. എന്നിട്ട് ഭാമ നേരെ അവരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സച്ചി ഇങ്ങനെ ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്താണ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അല്ല ഇങ്ങനെ നിൽക്കുന്ന അമ്മയെ ഞാൻ എങ്ങനെ എൻ്റെ കാറിൻ്റെ ഉള്ളിൽ കയറ്റാനാന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് എളുപ്പം ചെയ്യും. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും കാറിൻ്റെ ഉള്ളിൽ കയറ്റാം, സച്ചിയേട്ടൻ വാ അമ്മയെ പിടിക്കുമെന്ന് പറഞ്ഞ് ചന്ദ്രയും കൂട്ടി കാറിൽ കയറ്റിയിട്ട് നേരെ വീട്ടിലോട്ട് പോകുവാണേ. അങ്ങനെ വീടെത്തുമ്പോഴേക്കും ചന്ദ്രക്ക് അവിടെ നിന്ന് കാറിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കര മടിയാവുകയാണ്. ആരെങ്കിലുമൊക്കെ കണ്ടാൽ നാണക്കേടാണല്ലോ. അപ്പോൾ സച്ചിൻ രേവതിയും പറയുന്നുണ്ട്, അമ്മ വീടെത്തി ഇറങ്ങുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഞാൻ ഇങ്ങനെ കയ്യും വെച്ച് എങ്ങനെ ഇറങ്ങാനാന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, കയറിയ പോസിൽ തന്നെ ഇങ്ങോട്ടേക്ക് കാറിൽ നിന്ന് ഇറങ്ങാനും നോക്കുക, അപ്പം ഇറങ്ങാൻ പറ്റുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ആരെങ്കിലും കണ്ടാൽ എനിക്ക് നാണക്കേടല്ലേ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എന്താ നാണക്കേട്, അമ്മ പയ്യെ നേരത്തെ കയറിയ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നൊക്കെ സച്ചി പറഞ്ഞ് ചന്ദ്രയെ ഇറക്കുവാണേ. രേവതി ചന്ദ്രയെ പിടിക്കാൻ പോകുമ്പോഴേക്കും നീ പോടി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഓടിക്കുവാണേ. അങ്ങനെ രേവതി വീടിൻ്റെ അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ കാണുമ്പോൾ പറയും, ആ രേവതി നീ ഭരതനാട്യം പഠിക്കാൻ അമ്മയുടെ അടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ട് ഇത്ര എളുപ്പം വന്നോ? ഓ അവൾ ചീത്ത പറഞ്ഞ് ഓടിച്ചിട്ടുണ്ടാവും അല്ലേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ മോളെ, അവളുടെ സ്വഭാവം നിനക്കറിയില്ലേ, അവൾ നിന്നെ പഠിപ്പിക്കത്തൊന്നുമില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇല്ലച്ച അതല്ലച്ച അമ്മക്കെന്നൊക്കെ രേവതി പറയാൻ നോക്കുമ്പോഴും രവീന്ദ്രൻ ഫുള്ളും കേൾക്കാൻ സമ്മതിക്കുന്നില്ല. രവീന്ദ്രൻ ഇങ്ങനെ ചന്ദ്രയെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ സച്ചി വരുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അമ്മയും രേവതിയും കൂടി നന്നായിട്ട് ഡാൻസ് കളിച്ചു എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയും, നന്നായിട്ട് ഡാൻസ് കളിച്ചോ, അമ്പലത്തിലൊക്കെ ചില ശില്പങ്ങളില്ലേ അച്ഛാ ഇങ്ങനെ അതുപോലൊരു പോസും കൊടുത്ത് നമ്മുടെ അമ്മ ഇപ്പം ഇങ്ങോട്ട് വരും എന്നൊക്കെ സച്ചി പറയുവാണ്. രവീന്ദ്രൻ അപ്പോൾ കാര്യം മനസ്സിലാവാതെ ഇങ്ങനെ വാ പൊളിച്ച് നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ കയ്യും പൊക്കി പെടലൊളുക്കിയും വരുന്ന ചന്ദ്രയെ കണ്ട് രവീന്ദ്രൻ ഞെട്ടി നിൽക്കുവാണ്. രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവളെന്താ ഇങ്ങനെ വരുന്നേ, ഭരതനാട്യത്തിന് ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്യുന്നത് പോലെ ഇത്രയും നേരമായിട്ട് നിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞില്ലേ, അങ്ങനത്തെ ആ പോസിൽ തന്നെ ഇങ്ങനെ വീടിൻ്റെ ഉള്ളിലോട്ട് കയറി വരണമെന്ന് പറയുവാണ് രവീന്ദ്രൻ. ആ കൈ താഴെ ഇടറി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എന്നെക്കൊണ്ട് കൈ താഴ്ത്താൻ പറ്റുമെങ്കിൽ ഞാൻ താഴത്തില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, എന്താ ഇവള് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛാ ഭരതനാട്യം കളിക്കാൻ നേരത്ത് അമ്മയുടെ പെടൽ ഉളുക്കി എന്ന് പറയുവാണ്, അമ്മയ്ക്കിപ്പോൾ പെടലൊന്നും തിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഓ പെടൽ ഉളുക്കി ഇവളുടെ. അപ്പോഴേക്കും വർഷയും ശ്രീകാന്തും വരുവാണ്. അവർക്ക് സംഗതി അറിയില്ലല്ലോ ചന്ദ്രയുടെ പെടൽ ഉളുക്കിയിരിക്കുന്നത്. കയ്യും ഇങ്ങനെ പൊക്കി നിൽക്കുന്ന ചന്ദ്രയെ കാണുമ്പോഴേക്കും വർഷം ഓർക്കുന്നുണ്ട്, ആൻറ്റി ഹൈഫൈ തരാൻ വേണ്ടി വന്നതാണെന്ന്. അപ്പോൾ വർഷം എന്ത് ചെയ്യുന്നു വെച്ചാൽ ചന്ദ്രയുടെ ആ കൈക്കിട്ട് ഒറ്റ അടി അടിക്കുവാണെങ്കിൽ ഹൈഫൈ കൊടുക്കുവാണെങ്കിൽ ചന്ദ്ര വേദന കൊണ്ട് അവിടെ ഇരുന്ന് പോവും അമ്മയെന്ന് വിളിച്ചിട്ട്.
ചന്ദ്ര പറയുന്നുണ്ട്, "എന്താ വർഷ ഇത്? എനിക്ക് വേദന എടുത്തിട്ടും പാടില്ല" എന്ന് പറയുമ്പോഴേക്കും ശ്രുതി വരുവാണ്. "അയ്യോ ആൻറ്റിക്ക് ഇതെന്ത് പറ്റി? കഴുത്തൊക്കെ?" അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, "അമ്മയുടെ പെടലുളുക്കി മോളെ" എന്ന് പറയുവാണ്. അപ്പോൾ സച്ചി ബാക്കി കഥകളൊക്കെ പറയുന്നുണ്ട്. അമ്മയും രേവതിയും കൂടി ഒരു ഡാൻസ് കോമ്പറ്റീഷൻ നടത്തി. അതിൽ അമ്മയുടെ പെടലുളുക്കിപ്പോയി എന്ന് പറയുമ്പോൾ വർഷ പറയും, "അയ്യോ ആൻറ്റി, ഞാൻ ആൻറ്റി യൂത്ത് ആയിരിക്കും എന്ന് ഓർത്തി." പക്ഷേ അപ്പോഴേക്കും ഒരു സ്റ്റെപ്പ് ഇട്ടപ്പോഴേക്കും ആൻറ്റിയുടെ പെടലുളുക്കിയോ എന്ന് വർഷ കളിയാക്കുവാണ് ചന്ദ്രയെ. രവീന്ദ്രനും എല്ലാവരും കളിയാക്കുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, "ഇവർ രണ്ടുപേരും കൂടി എന്നെ ഈ ഗതിയിലാക്കിയത്, എൻ്റെ പെടൽ ഉളുക്കിപ്പിച്ചെന്ന്" പറയുമ്പോൾ സച്ചി പറയും, "ആ ഇത് കൊള്ളാലോ, അമ്മ ഡാൻസ് കളിച്ച് പെടൽ ഉളുക്കിയതിന് ഞങ്ങൾ എന്ത് ചെയ്ത്?" ശ്രുതി ചോദിക്കുന്നുണ്ട്, "നിങ്ങൾ എന്തിനാ അമ്മയുടെ അടുത്തോട്ട് പോയെന്ന്?" പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, "അത് പിന്നെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സിൽ ആരും ചേരാൻ വന്നില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ ഭയങ്കര സങ്കടത്തിലായിരുന്നില്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയതാന്നൊക്കെ രേവതി ഭയങ്കര വിഷമത്തിൽ പറയുവാണേ. അപ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരും. ചന്ദ്ര പറയുന്നുണ്ട്, "അവളുടെ ഒരു അഭിനയം നോക്കിയെന്ന് പറഞ്ഞ് ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് ചന്ദ്ര ചാടി എഴുന്നേക്കുവാണ്." അപ്പോൾ ശ്രുതിയൊക്കെ പിടിച്ചിരുത്താൻ നോക്കുന്നുണ്ട്. "ആൻറ്റി പയ്യെ പയ്യെ, എന്താ ഇത് ആൻറ്റി?" എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ മാറ്റി നിർത്തുമ്പോഴേക്കും ചന്ദ്ര പറയുന്നു, "എടി രേവതി, നീ ഇങ്ങോട്ടേക്ക് വന്ന് ഈ സൈഡോട്ട് വന്ന് നിൽക്കുക, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ല" എന്നൊക്കെ പറയുവാണ്. രേവതിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ടേ, "നിന്നോടൊക്കെ ഞാൻ പറഞ്ഞോടി എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഡാൻസ് പഠിക്കാൻ വേണ്ടി, വേണോന്ന് വെച്ചല്ലേ, എന്നെ അപമാനിക്കാനല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വന്ന് എന്നെ ഈ ഗതിയിലാക്കിയത്?" അപ്പോഴേക്ക് രേവതി പറയും, "അല്ല അമ്മേ, അമ്മയുടെ വിഷമം കാണാൻ പറ്റാനിട്ട് എനിക്കല്ലെങ്കിൽ തന്നെ വേദന എടുത്തിരിക്കുക, അതിൻ്റെ ഇടയിൽ നിൻ്റെ ഈ അഭിനയം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല" എന്ന് പറയുവാണ്. അപ്പോഴേക്ക് വർഷ പറയുന്നുണ്ട്, ശ്രുതി ചേച്ചിക്ക് നല്ലോണം മസാജ് ചെയ്യാൻ അറിയാലോ, അപ്പോൾ മസാജ് ചെയ്ത് ആൻറ്റിയുടെ ഈ പെടലുളുക്കിയതൊന്ന് മാറ്റി കൊടുത്തൂടെ എന്ന് വർഷ ചോദിക്കുവാണ് ഈ ശ്രുതിയോട്. ശ്രുതി പറയുന്നുണ്ട്, "മസാജിലൂടെ ഇങ്ങനെ പെടലുളുക്കിയതൊന്നും മാറ്റാൻ പറ്റില്ല" എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, "ആ അത് ശരിയാ, ഇനി പാലറട്ടത്തി എന്തെങ്കിലും ചെയ്ത് അമ്മയുടെ കഴുത്ത് അങ്ങനെ സ്ഥിരമായിട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ റിവേഴ്സ് പോകുന്ന കാറ് പോലെ ആയി പോകുമെന്ന് പറഞ്ഞ് കളിയാക്കുവാണ്. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര സച്ചി ഇങ്ങനെ ദേഷ്യം വന്ന് സച്ചിയുടെ അടുത്തോട്ട് ഇങ്ങനെ പോകുമ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട്, "അമ്മ ഒന്ന് അടങ്ങിയിരിക്കുക, വാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന്" പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, ബാമ ആൻറ്റി ഇപ്പോൾ ഒരാളെ കൊണ്ടുവരും, ഇങ്ങനെ ഉളുക്ക് ശരിയാക്കാൻ പറ്റിയ ഒരാളെ ബാമ ആൻറ്റിക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരാമെന്നാ പറഞ്ഞേക്കുകയാന്ന്" സച്ചി പറയുവാണേ. അപ്പോഴേക്കും ബാമ ആളെ കൂട്ടി വരുവാണ്. എന്നിട്ട് വന്ന ആ ആള്, ഉളുക്കെടുക്കുന്ന ആള് ചന്ദ്രയുടെ കഴുത്തൊക്കെ നല്ലോണം നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, "ഒന്ന് നിവർത്തി കിടത്തി നല്ലോണം എണ്ണയിട്ടൊന്ന് നല്ലോണം തിരുമ്മി കൊടുക്കാനുണ്ട്, അതിന് മുറിയിലോട്ട് കൊണ്ടുപോകണമെന്ന്" പറയുമ്പോഴേക്കും ശ്രുതി ചന്ദ്രയെ പിടിച്ച് മുറിയിലോട്ട് കൊണ്ടുപോവാണേ. പിന്നെ മുറിയിൽ നിന്നും ചന്ദ്രയുടെ ഭയങ്കര കരച്ചിലൊക്കെ കേൾക്കുവാണേ. കാരണം ആ ചേച്ചി മുറി അടച്ചിട്ട് ചന്ദ്രയെ നല്ലോണം ഉളുക്ക് കളയാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രനൊക്കെ പുറത്തു നിന്ന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ചന്ദ്രയുടെ കരച്ചിലൊക്കെ കേട്ടിട്ട്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ബാമയും ആ ചേച്ചിയും കൂടി പുറത്തോട്ട് ഇറങ്ങുവാണേ. അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, "എന്താ ചന്ദ്രയുടെ ഉളുക്കൊക്കെ ശരിയായോ എന്ന്" ചോദിക്കുവാണ്. അപ്പോഴേക്കും അവർ പറയും, "ദേ ഇപ്പം വരും, നോക്കിക്കോ" എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയുടെ കൈ താഴത്തിട്ടാണ് ചന്ദ്ര വരുന്നത്, പക്ഷെ പെടൽ അങ്ങനെ തന്നെ വെച്ച് വരുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കും, "ഇവളുടെ ഉളുക്ക് മാറിയില്ലേ" എന്ന് ചോദിക്കുവാണ്. അപ്പോഴേക്കും ആ ചേച്ചി പറയുന്നുണ്ട്, "കൈ ശരിയാക്കി എടുത്തിട്ടുണ്ട്, പക്ഷെ പെടൽ ശരിയാവാൻ ഒരു ദിവസം എടുക്കും, നല്ലോണം കഴുത്ത് ഇതാക്കി വെച്ചിട്ട് തറയിൽ കിടന്നാൽ മതി, അപ്പോഴേക്കും ശരിയാകും" എന്ന് പറയുവാണേ. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, "കൈയുടെ വേദന മാറിയോ" എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, "ആ കൈക്ക് ഇപ്പം കുഴപ്പമില്ല" എന്ന് പറയുവാണ്. ചേച്ചി ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് സച്ചി ആ ചേച്ചിക്ക് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രയെ പയ്യെ രവീന്ദ്രൻ കൊണ്ടുപോയി ചെയറിൽ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പറയും, "കുറച്ച് ദിവസം നല്ലോണം റെസ്റ്റ് എടുക്കുക, ഭരതനാട്യം ആടാനൊന്നും ഇനി കുറച്ച് ദിവസത്തേക്ക് പോകണ്ട, റെസ്റ്റ് എടുത്താലേ ഇത് ശരിയാവുള്ളൂ" എന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുവാണ്. അപ്പോഴേക്കും ചന്ദ്ര, "ആ ശരി ശരി, രേവതി രേവതി ഇവിടെ വന്ന് നിന്നേന്ന്" പറഞ്ഞിട്ട് രേവതിയെ ചന്ദ്രയെ കാണുന്ന വിധത്തിൽ നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, "നിനക്കിപ്പോൾ സമാധാനമായില്ലേടി രേവതി" എന്ന് ചോദിക്കുവാണ്. അപ്പോൾ രേവതി പറയും, "എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്" ചോദിക്കുമ്പോൾ, "പിന്നെ ഞാൻ ഇനി ഒരിക്കലും ഭരതനാട്യം കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേടി നീ അങ്ങോട്ടേക്ക് പഠിക്കാൻ വേണ്ടി വന്നത്, ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ, ഞാൻ സമ്പാദിക്കുന്നത് നിനക്കിഷ്ടമല്ല, അതിനുവേണ്ടിയല്ലേടി നീ ഇങ്ങനെയൊക്കെ ചെയ്തേന്നൊക്കെ" പറഞ്ഞിട്ട് ആ കുറ്റവും രേവതിയുടെ തലയിൽ വെച്ച് ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തുവാണ്. സച്ചിക്ക് ഇത് കേട്ട് ദേഷ്യം വരുന്നുണ്ട്. സച്ചി അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, "എന്തിനാ അവളോട് ചൂടാവുന്നേ, 40 സ്റ്റുഡൻറ്റ് മാസം 2000 രൂപ, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് 2000 രൂപ മേടിക്കും, 80,000 രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരീച്ച പോലും ആ വഴിക്ക് വന്നില്ലല്ലോ. രേവതി ആദ്യമായിട്ട് ഗുരുദക്ഷിണ വന്നിട്ട് അവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നത്, അതിന് രേവതിയോട് നന്ദിയാ പറയണ്ടേ" എന്നൊക്കെ സച്ചി പറയുവാണേ. "രേവതി, നിനക്കിപ്പോൾ സന്തോഷമായില്ലേ, സമാധാനമായില്ലേ, അമ്മയുടെ സങ്കടം കണ്ട് ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ഇപ്പം എല്ലാ കുറ്റവും നമ്മുടെ നേർക്ക് തിരിച്ചു വിട്ടില്ലേ അമ്മ, നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന്" പറഞ്ഞിട്ട് സച്ചി രേവതിയും കൂട്ടി പോകുവാണേ. ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് റെസ്റ്റ് എടുക്കുക അമ്മയെന്ന് പറഞ്ഞ് മുറിയിലോട്ടും കൊണ്ടുപോകുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് സച്ചി രേവതിയോട് ചായ എടുത്ത് തരാൻ പറയുവാണേ. ഡാൻസ് കളിച്ച് കളിച്ച് മതിയായി എന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതി പറയും, "അതിന് സച്ചിയേട്ടൻ എവിടെ ഡാൻസ് കളിച്ചു?" "അല്ല, നിങ്ങളുടെ ഡാൻസ് കണ്ട് എനിക്ക് മതിയായി" എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, "നിങ്ങളുടെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കാരണമാണ് കഴുത്തുളുക്കിയെന്നൊക്കെ." അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "പിന്നെ അത് ശരിയല്ലേ" എന്ന് പറയുവാണ്. അപ്പോഴേക്കും രേവതിക്ക് ദേഷ്യം വരുവേ. രേവതി പറയുന്നുണ്ട്, "ശരിയാണെന്നോ? സച്ചിയേട്ടനും അങ്ങനെ തന്നെ പറയുവാണോ?" എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, "അല്ല, നീ മറ്റേ ഡാൻസ് കോമ്പറ്റീഷനിലെ പോലെ ഇത്രയും വാശി പിടിച്ച് നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മക്കും വാശി കയറി അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇട്ടത്. ഇത്രയും നന്നായിട്ട് ഡാൻസ് കളിക്കണ്ടായിരുന്നു രേവതി" എന്നൊക്കെ സച്ചി പറയുവാണേ. "നിന്നോട് ആരാ അങ്ങനെയൊക്കെ ഡാൻസ് കളിക്കാൻ പറഞ്ഞതെന്ന്" പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, "അത് പിന്നെ ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ പറഞ്ഞത് സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞ് നല്ലോണം കളിച്ചാൽ മാത്രമേ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുള്ളൂ എന്ന്. അമ്മ കളിച്ച പോലെ തന്നെയല്ലേ ഞാനും കളിച്ചതെന്ന്" പറയുമ്പോൾ സച്ചി പറയും, "ഏയ് ഇല്ല ഇല്ല, നീ അതിലും കൂടുതൽ നന്നായിട്ട് കളിച്ചു. നിന്നോട് ആരാ ഇത്രയും ഓവറായിട്ട് സ്റ്റെപ്പൊക്കെ ഇട്ട് കളിക്കാൻ പറഞ്ഞേ? അതുകൊണ്ടല്ലേ അമ്മക്ക് കഴുത്തുളുക്കിയെന്നൊക്കെ" പറയുമ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, "ഓ, അമ്മയെപ്പോലെ തന്നെ സച്ചിയേട്ടനും അപ്പോൾ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ വേണോന്ന് വെച്ച് അമ്മയുടെ കഴുത്തുളുക്കിപ്പിച്ചെന്നാണ് അപ്പോൾ സച്ചിയേട്ടനും വിചാരിച്ചിരിക്കുന്നത് അല്ലേ" എന്നൊക്കെ രേവതിക്ക് അത് പറഞ്ഞ് രേവതി ചൂടാവുകയാണ് സച്ചിയോട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "അയ്യോ രേവതി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്." അപ്പോൾ രേവതി പറയും, "പിന്നെ എങ്ങനെയാ ഉദ്ദേശിച്ചത്? സച്ചേട്ടൻ പറഞ്ഞിട്ടല്ലേ ഞാനിവിടെ ഡാൻസ് പഠിക്കാൻ വേണ്ടി പോയെന്ന് പറയുന്നുണ്ട് രേവതി." അപ്പോൾ സച്ചി പറയുന്നുണ്ട്, "ഡാൻസ് പഠിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി പറഞ്ഞത് ഞാനാ, പക്ഷേ ഉളുക്കെടുപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് ഞാനല്ലല്ലോ" എന്ന് പറയുവാണ്. അപ്പോഴേക്ക് രേവതി പറയും, "ആ, എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിച്ചു കൊണ്ട് വന്നത് നിങ്ങളുടെ അമ്മയ്ക്കുടെ ശരീരത്തിനൊക്കെ ഉളുക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളും എൻ്റെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിനോ കാലിനോ വല്ലതൊക്കെ ഇതുപോലെ തന്നെ ഉളുക്ക് വരും" എന്നൊക്കെ രേവതി പറയുവാണേ. രേവതിക്ക് ശരിക്കും ദേഷ്യം വന്നു. സച്ചിയും അമ്മയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, "ഇപ്പോൾ നിങ്ങളും സച്ചിയേട്ടനും അമ്മയുടെ ഭാഗത്തായില്ലേ, ഇപ്പം ഞാനായി കുറ്റക്കാരി എല്ലാത്തിനും" എന്നൊക്കെ രേവതി പറയുവാണ്. "ഞാൻ എപ്പോഴും നിന്റെ ഭാഗത്താ രേവതി" എന്ന് പറഞ്ഞിട്ട് സച്ചി സോപ്പിടാൻ വേണ്ടിയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ രേവതിക്ക് എന്നിട്ടും ദേഷ്യം മാറുന്നില്ല. സച്ചി പറയുന്നുണ്ട്, "അല്ല രേവതി, ഞാനൊരു ചായ ചോദിച്ചായിരുന്നു." അപ്പോൾ രേവതി പറയും, ചായ വെച്ച് തരണം അല്ലേ? ഇനി ഞാൻ ഉണ്ടാക്കി തരുന്ന ചായ കുടിച്ചിട്ട് നിങ്ങളുടെ വായിൽ വല്ല ഉളുക്കും വരണ്ട. ഇന്ന് ആ ചായപാത്രം നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിച്ചോ" എന്ന് പറഞ്ഞിട്ട് ആ ചായപാത്രം സച്ചിയുടെ കയ്യിൽ വെച്ചിട്ട് രേവതി പോകുവാണേ, പാൽ പാക്കറ്റും കൊടുത്തിട്ട്. അപ്പോൾ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, "ഷേ, ഈ പാലുണ്ടാക്കി ചായ ഉണ്ടാക്കി തരുന്നത് വരെയെങ്കിലും ഞാൻ എൻ്റെ വായ പൂട്ടിയിരിക്കണമായിരുന്നു. ഇനി ഒറ്റയ്ക്ക് ഉണ്ടാക്കി കുടിക്കണമല്ലോ എന്നോർത്ത്" സച്ചി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്.